കരടിപ്പാറ കോട്ടൂർ റോഡ് നിലവിലെ DPR പ്രകാരം ജോലികൾ ആരംഭിക്കണമെന്ന് കർമ്മസമിതി. പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനെതിരെ നൽകിയ കേസുകൾ തൽപര കക്ഷികൾ പിൻവലിക്കണമെന്നും കർമ്മസമിതി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏത് DPR പ്രകാരമാണോ പദ്ധതി ടെൻഡർ ആയത് അത് പ്രകാരം റോഡിന്റെ പ്രവൃത്തി നടക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. 2020-ൽ KSRTC ബസ് ഈ റൂട്ടിൽ ഓടിത്തുടങ്ങിയിരുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നതാണ്. കല്ലേരി മുതൽ കോട്ടൂർ വരെയുള്ള 700 മീറ്റർ റോഡിന്റെയും മേനോൻമുക്കിൽ നിന്ന് കോട്ടൂരിലേക്കുള്ള 2 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെയും അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് നടത്തി ഗതാഗതം സുഗമമാക്കുന്നതിന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജയേഷ്, കൺവീനർ TM ഷമീർ, അംഗങ്ങളായ ഗഫൂർ, ഭാസ്കരൻ, ഷൈജൽ, പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ഇന്നലെ ഒരു പത്രസമ്മേളനം അമ്പൂത്തിക്കാടിപ്പാറ കോട്ടൂർ റോഡുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ നടത്തിയിരുന്നു. അത് സംബന്ധമായ ഒരു വസ്തുത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. PMGSYന്റെ പദ്ധതി പ്രകാരം അമ്പൂത്തിക്കാടിപ്പാറ റോഡിൻ്റെ പ്രവൃത്തി 2020 മെയ്യിലാണ് ആ പ്രദേശത്ത് സർവേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത്. ആ സമയത്ത് കൃത്യമായി ഒരു സർവേ നടത്തിയപ്പോൾ കല്ലേരി മുതൽ കോട്ടൂർ വരെയുള്ള 670 മീറ്റർ ഭാഗം 6 മീറ്റർ മാത്രമാണ് അതിൻ്റെ വീതിയുള്ളതെന്നും റീടാറിംഗ് പൂർത്തിയാക്കിയ റോഡാണെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അതേ കോട്ടൂർ വാർഡിലെ, ഇതെല്ലാം കോട്ടൂർ വാർഡാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ കോട്ടൂർ വാർഡിലെ കല്ലേരി മുതൽ തോമാട്ടുചാൽ വരെയുള്ള 1 കിലോമീറ്റർ 750 മീറ്റർ ദൂരം റോഡിൻ്റെ ശോചനാവസ്ഥ മനസ്സിലാക്കി കേന്ദ്ര ഏജൻസി നേരിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ടെൻഡറാക്കുകയും ഇപ്പോൾ എഗ്രിമെൻ്റ് എത്തിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് നിലവിലുള്ള കോട്ടൂർ ഭാഗത്തുള്ള ആക്ഷൻ കമ്മിറ്റി പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. 4 വർഷക്കാലം ഇതിൻ്റെ പ്രവൃത്തിയൊക്കെ നടക്കുമ്പോഴും ഒരക്ഷരം പോലും ആരും തന്നെ തർക്കമുന്നയിക്കാത്ത കൃത്യമായി കേന്ദ്ര ഏജൻസി പഠിച്ച് തയ്യാറാക്കിയ DPR അമ്പുകുത്തി മുതൽ കരടിപ്പാറ വഴി കല്ലേരിയിൽ നിന്ന് തോമാട്ടിയേക്കാണ് DPR വരെ തയ്യാറാക്കി വന്നിട്ടുള്ളത്. ആ നിലവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്, അതായത് വടവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്ന 10ാം വാർഡ് പ്രധാനപ്പെട്ട റോഡാണ്. താളൂർ മുതൽ കരടിപ്പാറ, കോട്ടൂര്, അതുപോലെ പാടശ്ശേരി, എടക്കുന്ന്, എല്ലാ ഭാഗങ്ങളിലും 8 പ്രദേശങ്ങളിലെ 5 ആദിവാസി കോളനികളടങ്ങുന്ന വലിയൊരു 1000ഓളം വരുന്ന ആളുകൾ, അതുപോലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രധാനമായി ഉപയോഗിക്കുന്ന റോഡാണ് ഇത്. വില്ലേജ് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ, ബാങ്കുകൾ, ട്രൈബൽ കോളനി, മിൽമ സൊസൈറ്റി, ഇങ്ങനെ എല്ലാം ഈ റോഡുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽ കാടിപ്പാറ മുതൽ തോമാട്ടേരി വരെ 4 കിലോമീറ്ററിന്റെ ദൂരം ശരിക്കും പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ആ സമയത്തും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേന്ദ്ര ഏജൻസിയുടെ ഈ റോഡ് വന്നതെന്നും കൃത്യമായിട്ട് അതിൽ രേഖ കാണിക്കുന്നുണ്ട്. അതിന് കക്ഷി ചേരുകയാണെന്ന് മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കേസിന് പോയിട്ടില്ല. ഏത് സമയത്തും ഈ കേസ് പിൻവലിക്കാൻ അവർ പിൻവലിച്ചാൽ ആ കേസ് അസാധുവായി പോകുന്നതാണ്. കാരണം മാത്രമാണ് ഇപ്പോൾ പ്രശ്നബാധിത മേഖലയുള്ളത്. അത് പഞ്ചായത്ത് 2024-25 പദ്ധതിയിൽ 8 ലക്ഷം രൂപ വെച്ച് റീടാറിംഗ് വെച്ച സ്ഥലമാണ്. അത് റീടാറിംഗ് ചെയ്താൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ളവർ കല്ലേരി മുതൽ കോട്ടൂർ വരെയുള്ള ഭാഗത്ത് താമസിക്കുന്ന താമസക്കാർ ചീഫ് എഞ്ചിനീയർ, തിരുവനന്തപുരത്തുള്ള ചീഫ് എഞ്ചിനീയർക്കും കൊടുത്തിട്ടുണ്ട്. അവര് ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ പദ്ധതിക്ക് ശരിക്കും റോഡിന്റെ വീതി വേണ്ടത് 8 മീറ്ററാണ്. നിലവിൽ കല്ലേരി മുതൽ കോട്ടൂർ വരെ വെറും 6 മീറ്റർ മാത്രമാണ് വീതിയുള്ളത്. അപ്പോൾ ഈ പദ്ധതിക്ക് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കേന്ദ്ര ഏജൻസിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 8 മീറ്ററിന്റെ മുകളിൽ വീതിയുള്ള 1.25 കിലോമീറ്റർ തോമാട്ടിലേക്ക് ഈ റോഡ് കൊണ്ടുപോയത്. വന്നാൽ നമ്മുടെ ഈ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ നെന്മേനി പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ മുണ്ടല പഞ്ചായത്തിന്റെ പ്രസിഡന്റും അടങ്ങുന്ന ഒരു സമിതി MLA കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്.